കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വാക്സിനേഷൻ. വളരെയധികം തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും വാക്സിനേഷനെ പറ്റി നമ്മുടെ ഇടയിലുണ്ട്. വാക്സിനേഷൻ എന്നാൽ പ്രതിരോധ കുത്തിവെപ്പാണ്. അതായത് നമ്മൾക്ക് മറ്റു അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായി മറ്റ് അസുഖങ്ങൾ വരുന്നതിന് മുൻപ് നമ്മൾക്ക് എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് വാക്സിനേഷൻ. വാക്സിനേഷൻ എന്നുള്ളത് ഒരു പുതുമയല്ല, ഒരു വളരെ പഴയ ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ആളുകളുടെ എല്ലാം വിചാരം വാക്സിനേഷൻ ഈ അടുത്ത് വന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ 1796 എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിനേഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതും അതിനെപ്പറ്റി ഏറ്റവും ആദ്യമായിട്ട് റിസർച്ച് ചെയ്തതും. കൗപോക്സ്, അതായത് പശുക്കളിൽ വരുന്ന ഒരു വ്യാധിയാണ് കൗപോക്സ്. ആ കൗപോക്സ് ബാധിച്ച പശുക്കളിൽ നിന്നുള്ള എക്സ്ട്രാക്ട് ആളുകൾക്ക് കുത്തിവെച്ച് സ്മോൾ പോക്സ് വരാതിരിക്കുന്നത് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. അതിനുശേഷം 1988 നമ്മുടെ ഗ്ലോബൽ പോളിയോ ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അതായത് ലോകത്തിൽ നിന്നും പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വേൾഡ് വൈഡ് നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കാൻ ആരംഭിച്ചതിന് ശേഷം ലോകത്തെമ്പാടും, ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെമ്പാടും എല്ലായിടത്തും നിന്നും നമുക്ക് പോളിയോ ഇറാഡിക്കേഷൻ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത് വാക്സിനേഷന്റെ ഏറ്റവും വലിയൊരു വിജയകഥയാണ്. വാക്സിനേഷനെ പറ്റി വളരെയധികം മിഥ്യാധാരണകളുണ്ട്. വാക്സിനേഷന്റെ സൈഡ് ഇഫക്റ്റ് ആണ് ഏറ്റവും അധികം ആളുകൾക്ക് ഭീതി ചെലുത്തുന്നത്. അതായത് വാക്സിനേഷൻ എടുത്താൽ വളരെയധികം പ്രശ്നങ്ങളും അത് പല സമയത്തും വളരെയധികം നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ആളുകളുടെ തെറ്റിദ്ധാരണ. എന്നാൽ നമുക്ക് ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്മോൾ പോക്സ് വാക്സിനേഷൻ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന പ്രോഗ്രാമിന്റെ ഫലമായിട്ട് നമ്മൾ കണ്ടത് ഈ ഓറൽ പോളിയോ വാക്സിനാണ് നമ്മൾ കുട്ടികളുടെ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നത്. ആ ഓറൽ പോളിയോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ ചെറിയ ശതമാനം കുട്ടികളിൽ സ്മോൾ പോക്സ് പോലെയുള്ള അതുപോലത്തെ തന്നെ ഒരു അസുഖം ഉണ്ടായേക്കാം. അപ്പോൾ ഏതൊരു വാക്സിനും ഈ ഒരു വളരെ ചെറിയ ശതമാനം ആണ് ഇതിന്റെ സൈഡ് ഇഫക്റ്റ്. ബാക്കി ഏതൊരു മരുന്നോ ഏതൊരു നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾക്ക് ഉണ്ടാവുന്ന സൈഡ് ഇഫക്റ്റിനേക്കാളും വളരെ ചെറിയൊരു ശതമാനം സൈഡ് ഇഫക്റ്റ് ആണ് നമ്മൾ വാക്സിനേഷനിൽ കണ്ടുവരുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ ഒരു മാസ് വാക്സിനേഷൻ വളരെയധികം ആളുകളിൽ വാക്സിനേറ്റ് ചെയ്തതുകൊണ്ട് ആ പെർസെൻറ്റേജ് ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായി കണ്ടുവരുന്നു. എന്നാൽ ജനറലി നമ്മൾ പറയുന്നത് ഒരു വാക്സിനേഷന്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വാക്സിനേഷൻ എടുത്ത് വിത്തിൻ 2 months ഉള്ളിൽ വരുന്ന പ്രശ്നങ്ങളാണ് വാക്സിനേഷന്റെ സൈഡ് ഇഫക്റ്റ് ആയി നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ അപ്പുറത്ത് വരുന്നതെല്ലാം ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു കോവിഡ് വാക്സിനേഷൻ ആണെങ്കിൽ അത് വാക്സിനേഷന്റെ സൈഡ് ഇഫക്റ്റ് 2 മാസമേ ഉണ്ടാവുകയുള്ളൂ. കാരണം അതിനുള്ളിൽ നമ്മുടെ എടുത്ത സാധനം വാക്സിൻ, അത് mRNA ആയാലും DNA ആയാലും അതിന്റെ പ്രോട്ടീൻ ആയാലും ദേഹത്തിൽ നിന്നും അത് പോയും. അതിനുശേഷം വരുന്ന സൈഡ് ഇഫക്റ്റ് എല്ലാം ഫോർ എക്സാമ്പിൾ കോവിഡ് കൊണ്ടാണെങ്കിൽ അത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കുട്ടികളിൽ ലോകത്തെമ്പാടും ഒരു സ്ട്രക്ചേർഡ് വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ട്. എന്നാൽ മുതിർന്നവരിൽ നമ്മുടെ ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിൽ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ഇല്ല. എന്നാൽ മുതിർന്നവരിൽ നമ്മൾ എടുക്കേണ്ട മേജർ വാക്സിനേഷൻ എന്ന് പറയുന്നത് 2 വളരെ അത്യാവശ്യമാണ്. അത് ഒന്ന് നമ്മൾ ഈ ഫ്ലൂ വാക്സിനേഷൻ, അതായത് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ, ഫ്ലൂ ഷോട്ട് എന്നെല്ലാം പറയും. സോ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ഫ്ലൂ എന്ന വൈറസിനെതിരെ സ്പെസിഫിക്കലി ഉള്ളതാണ്. അതുപോലെ ന്യൂമോകോക്കൽ വാക്സിനേഷൻ ന്യൂമോകോക്കസ് എന്ന ബാക്ടീരിയക്കെതിരെയുള്ളതാണ്. ഫ്ലൂ വാക്സിനേഷൻ ഇയർലി എടുക്കേണ്ടതാണ്. ന്യൂമോകോക്കൽ വാക്സിനേഷൻ യൂഷ്വലി 2 വാക്സിനേഷൻ എടുത്തതിന് ശേഷം പിന്നെയുള്ളത് ബൂസ്റ്റർ മേ ബി ഒരു 65 വയസ്സിന് ശേഷം എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ പോക്സിന്റെ വകഭേദമായ വെരിസെല്ല വാക്സിൻ, അതായത് ഷിംഗ്രിക്സ് വാക്സിൻ ഉണ്ട്. അതുപോലെ തന്നെ ടിഡാപ് എന്ന് നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്ന ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടോസിസ് അതിന്റെ വാക്സിൻ ഉണ്ട്. അതുപോലെ മൂന്നാമത്തത് നമ്മൾ കോവിഡ് വാക്സിൻ. അപ്പൊ ഈ 3 നമ്മൾ അതും ഇന്നത്തെ നമ്മുടെ ഈ അഡൽട്ട് വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.